ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജോബിൻ. ഇത് മിഷ മാക്സ് ബ്ലോഗ് 18. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന എടക്കാട്ടൂർ പള്ളിയിലാട്ടോ. മാലാഖമാർ പണിതു എന്ന് പറയപ്പെടുന്ന പള്ളിയാണ്. തമിഴ്നാട്ടിലെ ശിവഗംഗയ്ക്കടുത്താണ് ഇടക്കാട്ടൂർ ദേവാലയം അഥവാ തിരുഹൃദയ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. ശിവഗംഗ രൂപതയുടെ കീഴിലുള്ള ഈ ദേവാലയത്തിൽ 40 വിശുദ്ധരുടെ തിരുശേഷിപ്പുകളും അതോടൊപ്പം തന്നെ 153 മാലാഖമാരുടെ രൂപങ്ങളും കൊത്തിവച്ചിട്ടുണ്ട്. 1866 ഇവിടെ ഒരു ഇടവക സ്ഥാപിക്കുമ്പോൾ ഒരു ഓലമേഞ്ഞ ഷെഡിലായിരുന്നു ഇതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. അന്ന് സെന്റ് ജെയിംസിന്റെ നാമധേയത്തിലായിരുന്നു ഈ പള്ളി ഉണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ ഈ കാണുന്ന ദേവാലയം ഫ്രഞ്ച് മിഷണറിമാർ 1894 നിർമ്മിച്ചതാണ്. ഈ പള്ളിയുടെ നിർമ്മാണത്തിന് ആവശ്യമായ ഫണ്ട് ശേഖരിക്കുന്നതിനായി അന്നത്തെ ഇടവക വികാരിയായിരുന്ന ഫാദർ ഫെർഡിനൻഡ് സെല്ലെ 1886 ഫ്രാൻസിലേക്ക് പോയി. ഇതേ സമയം ഹൃദയ സംബന്ധമായ അസുഖം മൂലം മരണത്തോട് മല്ലടിച്ച മേരി ആനി എന്ന ആംഗ്ലിക്കൻ സ്ത്രീക്ക് യേശുവിന്റെ തിരുഹൃദയത്തിന് നൊവേന എത്തിച്ച് പ്രാർത്ഥിച്ചത് മൂലം അത്ഭുതകരമായ രോഗശാന്തി ലഭിച്ചു. ഇതിന്റെ സന്തോഷ സൂചകമായി ഫ്രാൻസിലെ റീംസ് കത്തീഡ്രലിന്റെ അതേ മാതൃകയിൽ തന്നെ ഇടക്കാട്ടൂർ ഒരു പള്ളി നിർമ്മിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയും അങ്ങനെ 2000 ഫ്രാങ്ക് സംഭാവന നൽകുകയും ചെയ്തു. തിരികെ എത്തിയ ഫാദർ സെല്ലെ പള്ളിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിലാക്കി. പള്ളിയുടെ നിർമ്മാണ സമയത്ത് പള്ളിയുടെ ഒരു ഭാഗത്ത് ക്ഷേത്രത്തിൻ്റെതായ ഒരു സ്ഥലമുണ്ടായിരുന്നു. അബദ്ധവശാൽ അവിടെ പള്ളിയുടെ ചില ഭാഗങ്ങൾ നിർമ്മിക്കുകയുണ്ടായി. ഇതറിഞ്ഞ ഗ്രാമവാസികൾ ഇതിനെതിരെ ഒരു പ്രക്ഷോഭം തന്നെ നടത്തി. തുടർന്ന് കേസായി മാറിയ ഈ വിഷയത്തിൽ വിധി പറയുന്നതിനായി മദ്രാസിൽ നിന്നും ഒരു കമ്മീഷനെ അയക്കേണ്ടി വന്നു. ഇങ്ങോട്ടേക്ക് പുറപ്പെടാൻ തയ്യാറായി നിന്ന കമ്മീഷന് തലേ ദിവസം രാത്രിയിൽ സ്വപ്നത്തിൽ കുറെ മാലാഖമാർ പ്രത്യക്ഷപ്പെട്ട് ഈ പള്ളി പണിയുന്നതായി കാണപ്പെട്ടു. പിറ്റേ ദിവസം ഇടക്കാട്ടൂരെത്തിയ കമ്മീഷൻ സ്വപ്നത്തിൽ കണ്ട അതേ പള്ളി കണ്ട് അത്ഭുതപ്പെട്ടു. കമ്മീഷൻ സ്വപ്നത്തിൽ കണ്ട കാര്യങ്ങൾ ഗ്രാമവാസികളോട് പറയുകയും തുടർന്ന് അവർ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുകയും പള്ളിയുടെ നിർമ്മാണത്തിനായി കൂടുതൽ ഭൂമി സംഭാവന ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണ് ഈ ദേവാലയം മാലാഖമാർ പണിത ദേവാലയമാണെന്ന് അറിയപ്പെടാൻ തുടങ്ങിയത്. നമ്മൾ ഈ കാണുന്നതാണ് പള്ളി നിർമ്മാണത്തിന് ആവശ്യമായ ഫണ്ട് നൽകിയ മേരിയാനി എന്ന വ്യക്തി. അതുപോലെ ഇതാണ് ഫാദർ സെല്ലെ. ഫാദർ സെല്ലയുടെ ശവകുടീരം അൾത്താരയുടെ വലതുവശത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നിടം വരെ ബൈ ബൈ.